പച്ച ശരിയാവുമ്പോൾ മഞ്ഞ പോവും, മഞ്ഞ ശരിയാവുമ്പോൾ ചുവപ്പ് പോവും. ബുദ്ധി കൂടാനാണ് ഇത് വാങ്ങിയത്. ഇതിപ്പോ ഉള്ള ബുദ്ധി പോയി ഭ്രാന്തനാവല്ലോ ഞാൻ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നേ. നീയും റൂബിക്കോപ്പ് വാങ്ങിച്ചോ? ഇതിന്റെ അല്ല, കുടുംബശ്രീയുടെ കാര്യം ആലോചിച്ച്. അതിൽ ആലോചിക്കാൻ എന്തായിരിക്കുന്നെ? അതിന്റെ അകത്തുള്ള എല്ലാത്തിനും ഒരു ഭ്രാന്തല്ലേ? എല്ലാ കുടുംബശ്രീക്കാരും നാടിന് ഗുണമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്ന് DC സർക്കുലർ ഇറക്കിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അതാണ് നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗുണമുള്ള പ്രവൃത്തി. ഒരു ചോരത്തെളുപ്പിന് എല്ലാത്തിന്റെയും കയ്യും കാലും പിടിച്ച് പ്രസിഡന്റ് ആയത് മേനയായെന്നാ തോന്നുന്നേ. ഇപ്പോൾ എന്താ ചോര തെളിച്ച് പറ്റിപ്പോയാ? ഞാൻ അറിഞ്ഞോ മനുഷ്യ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പ്രസിഡന്റാ സംഘടിപ്പിക്കേണ്ടതെന്ന്. എടി, പിന്നെ നീ എന്താ വിചാരിച്ചേ? കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ നീയെല്ലാം കൂടി മറ്റുള്ളവരുടെ കുഷ്മും കുഞ്ഞായ്മയും പറഞ്ഞിരിക്കാനുള്ള സ്ഥലമല്ല. അത് സൊസൈറ്റിയെ പറ്റി ചർച്ച ചെയ്യുന്നതാണ്. ഈ പറയുന്ന നിങ്ങൾക്കുമുണ്ടല്ലോ പുരുഷ സ്വയം സഹായ സംഘം. അതിനെന്താ കുഴപ്പം? അതിലെ സെക്രട്ടറിയും പ്രസിഡന്റുമായ ശ്രീമാൻ ഇട്ടിയും ശ്രീമാൻ ഭാഗവരും ആഴ്ചത്തോറും വീടുകളിൽ കയറി പൈസ പിരിച്ച് വെടിപ്പായ രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വെടിപ്പായി കൊണ്ടുപോയിരിക്കുന്നവരെ കാണാനില്ല നാട്ടില്. 2 പേരെയും, അതും 2 മാസമായിട്ട്. അവര് നമ്മുടെ കാമിനി എന്ന പേരുള്ള പുരുഷ സഹായ സംഘത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി, അതിന്റെ ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിയിലുള്ള ഹൈക്കമാൻഡായ ജഡ്ഡുബായിയോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്. വിപുലീകരിക്കും. ഇവരൊക്കെ പോക്കറ്റ് വിപുലീകരിക്കും. നിങ്ങൾ അത് വിടി, എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടാ. കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ചഞ്ഞ ടായ്റ്റ ടായ്റ്റന്ന തായ്ത്ത തായ്ത്തന്ന പായ്പ പായ്പമ്മ. നാളെ സ്വരാക്ഷരങ്ങളും ചില്ലുകളും പറഞ്ഞു തരാം. എടി, വല്ല പൊതിച്ചോറ് വിതരണവോ അല്ലെങ്കിൽ അത് വേണ്ട, ബക്കറ്റ് പിരിവ്. അതാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ ഏറ്റവും ഗുണമുള്ള കാര്യം. അത് ചെയ്, നല്ല കാര്യം. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട്. ബക്കറ്റ് വേണ്ട, സ്റ്റാൻഡേർഡ് ആയിട്ട് അണ്ടാവാക്കാം. അണ്ടാവ് പിരിവ്. അപ്പോൾ അണ്ടാവുമ്പോൾ വലിപ്പമുണ്ട്, അതനുസരിച്ച് പണം വീണോണ്ടിരിക്കും. ആളുകൾക്ക് നമ്മോട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾ അറിയുന്നവരാരെങ്കിലും നിങ്ങളോട് അടുക്കോ കുഞ്ഞാമി? നീ ഇങ്ങനെ ചിരിപ്പിക്കാതെ. അമ്മിക്കല്ലെടുത്ത് തലക്കിട്ട് കൊടുത്താലോ? ബാപ്പച്ചുമ്മച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എടാ, നിനക്കിപ്പോ നിലവിൽ കണ്ണ് കാണാവോടാ? പിന്നെ സൂപ്പറായിട്ട് കാണാം. ഇതെത്ര? 5. ബാ, ഇവനെന്താ കണ്ണടയൊക്കെ വെച്ച്? നീയൊക്കെ രണ്ടുകൂടെ എങ്ങോട്ട് പോയതാ? ഉപ്പച്ചി, ഞങ്ങൾ നേത്ര പരിശോധനാ ക്യാമ്പിൽ പോയതാണ്. എന്റെ കണ്ണ് കാണിക്കാൻ പോയതാ. കൂട്ടത്തിൽ ഇവന്റെ കണ്ണും കൂടി കാണിച്ചു. അവര് നേരെ ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നേരെ ഓപ്പറേഷൻ ചെയ്ത് വിട്ട് കണ്ണ്. ഒരു കണ്ണടയും വെച്ചു കൊടുത്തു. ഓപ്പറേഷനാ? ഇതൊക്കെ ആരെങ്കിലോടും പറഞ്ഞിട്ടൊന്ന് ചോദിച്ചിട്ടൊക്കെ വേണ്ട അവർ ചെയ്യാൻ. അത് പിന്നെ കണ്ണ് ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് തരാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ. പേഷ്യന്റായി എന്റെ അടുത്ത് പോലും ചോദിച്ചിട്ടില്ല ഓപ്പറേഷൻ ചെയ്യണോ എന്ന്. പിന്നല്ലേ ബാക്കിയുള്ളവരടുത്ത്. പിന്നെ എനിക്കൊരു സർജറി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. ഇങ്ങോട്ട് നോക്കി. സാധിച്ചു. നാളെ ഒരു ഹൃദയ പരിശോധനാ ക്യാമ്പുണ്ട്. ഇവനെ കൊണ്ട് ഞാൻ പോവാണ്. വാപ്പച്ചി വരുന്നോ? ഞാനില്ല. ചുമ്മാതാണ് വാപ്പച്ചി. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. കണ്ണ് കാണാത്തോണ്ടാ. യുവന്മാരെന്തടി ഇങ്ങനെ ആയിപ്പോയത്? മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കോ? മുളച്ചാൽ എന്താ കൈക്കോ? എനിക്കൊരു ഐഡിയ കിട്ടി. യുവന്മാര് പറഞ്ഞ മെഡിക്കൽ ക്യാമ്പയിൻ നമുക്ക് തുടങ്ങിയാലാ? നല്ല തീരുമാനം. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഞാൻ ജംഗ്ഷനിൽ പോയി ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തിന്? ഇന്നും കൂടെ അല്ലേ അവരൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുകയുള്ളൂ. നിങ്ങളെ ക്യാമ്പ് സന്ദർശിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. അപ്പോൾ പോയിട്ട് വരാം. പിന്നെ മറ്റവന്മാരുടെ കണ്ണ് അവിടെ തന്നെ ഉണ്ടോ നോക്കിയേര്. ചെറുക്കന്മാര്. ഈ കുടുംബശ്രീയിലെ അംഗമെന്ന നിലയിൽ എന്നോട് ചോദിക്കാതെ മെഡിക്കൽ ക്യാമ്പ് തീരുമാനിക്കാമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആദ്യം നീ മെഡിക്കൽ ക്യാമ്പ് എന്തെന്നാൽ പറ. എന്നാൽ ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. എന്റെ ഉത്തരം എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്, പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെങ്ങനെ വിജയിക്കോ? അത് പിന്നെ വിജയിച്ചില്ലെങ്കിൽ കുഞ്ഞാമിത്താനെ പളനി കൊണ്ടുപോയി മട്ട അടിച്ച് തൂക്കിൽ കിടത്താം. കൈതപ്പുറത്തുകൂടി കയറ്റണം. കൈതപ്പുറത്തുകൂടി കയറ്റാം. പോടി. ഇത്രയും നാൾ നമ്മൾ നടത്തിയ പരിപാടിയിൽ ഏതെങ്കിലും വിജയിച്ചതായി? തല പുണ്ണാക്കേണ്ട ആവശ്യമില്ലാതെ ഒന്നും വിജയിച്ചിട്ടില്ല.
ഇത് 100% റിസൾട്ട് കിട്ടുന്ന പരിപാടിയാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു. കാരണം ഇതിൽ എൻ്റെ ഒരു മികച്ചൊരു പ്ലാനിംഗ് ഉണ്ട്. എന്താണ് ആ പ്ലാനിംഗ്? അത് 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 പിന്നെ ഒരു പുണ്ണാക്കും ഇല്ലാന്ന് മനസ്സിലായി. ഏറെക്കുറെ. നമുക്കൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം ഇത്ത. എന്തിനി? നിന്റെ കല്യാണം നടത്താനാ? അയ്യേ, ശാന്ത ഓഡിറ്റോറിയം ചോദിച്ചത് ക്യാമ്പ് നടത്താനുള്ള ആലോചനയിലാണെങ്കിൽ നമുക്ക് ക്യാമ്പ് നടത്താൻ ഓഡിറ്റോറിയം വേണ്ട. പകരം നമ്മൾ ഈ ശ്രേയയുടെ വീട് തന്നെ ക്യാമ്പിനെടുക്കാം. അയ്യോ, അത് പറ്റില്ല കുഞ്ഞാമ്മി. അവിടെ മൊത്തം വൃത്തികേടായിരിക്കുക. അത് കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം. അതല്ല ശരിക്കും പ്രശ്നം. അവിടെ വെളിച്ചൊട്ടുമില്ല. അതാ. സാരമില്ല, എമർജൻസി ഞാൻ കൊണ്ടുവന്നോളാം. ആ വെളിച്ചം ശാന്ത ശരിയാക്കിക്കോളും. അതല്ല ശരിക്കുള്ള പ്രശ്നം. മതി മതി. ക്യാമ്പിന് വന്നവർക്കും പോയക്കൊക്കെ ചായയും പരിപ്പൂടൊക്കെ ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അവിടെ വേണ്ടാന്ന് പറയുന്നത്. എന്താ കുഞ്ഞാമ്മി, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കോ? എന്നാൽ പിന്നെ അവളുടെ വീട്ടിൽ തന്നെ വെച്ച് നടത്താവേ. അങ്ങനെയല്ല ശരിക്കുള്ള പ്രശ്നം. നിർത്തടി നിന്റെ ഒരു പ്രശ്നം. ക്യാമ്പ് എന്റെ വീട്ടിൽ മതി, ഇവളുടെ വീട്ടിൽ വേണ്ട. 100% സപ്പോർട്ട്. എന്നാ പിന്നെ 20 കടി വാങ്ങിച്ചിട്ട് 50 കടിയുടെ കണക്ക് പൈസ ആയിട്ട് കാണിക്കോട്ടോ. നീ എന്തിനാ നാണം കുടുങ്ങി നിൽക്കുന്നേ? അല്ല, നീ എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞോണ്ട്. എന്റെ 2ാമത്തെ കല്യാണം നടക്കുകയാണെങ്കിൽ നിനക്ക് ബിരിയാണി വേണോ സദ്യ വേണോ? ഇഡ്ലിയും സാമ്പാറും മതി. കല്യാണത്തിനോ? അല്ല, നിന്റെ 16-ന്. പിന്നെ കുഞ്ഞാമി, ഏത് ഡോക്ടറിനെ കൊണ്ടുവരുന്നേ? നമ്മുടെ കുബുസു ഡോക്ടറിനെ. അയ്യോ, അയാള് മെന്റലിന്റെ ഡോക്ടറല്ലേ? മെന്റലിന്റെ ഡോക്ടറൊന്നല്ല അവര്. ഇവിടുത്തെ ആൾക്കാരെ ചികിത്സിച്ച് അങ്ങേർക്ക് മെന്റലായതാ. നല്ല ഡോക്ടറാണ്. എനിക്ക് ചികിത്സിക്കാൻ നാട്ടുകാരും കണ്ടില്ലല്ലോ മൂസ. എവിടെ പോയി എല്ലാവരും? ചികിത്സിക്കാൻ പോകുന്നത് ഡോക്ടറാണെന്ന് അവർ അറിഞ്ഞു കാണും. അതായിരിക്കും അവർ വരാത്തത്. ഈ ചായ ആരാ ഉണ്ടാക്കിയത്? ഞാനാണ്. ഇതിനേക്കാളും ഞാൻ കഷായം കുടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് കഷായം കൊണ്ടുവരട്ടെ കുടിക്കാനായിട്ട്? എനിക്ക് സമയമില്ല. കുറെ നേരമായല്ലോ, ആരെയും കണ്ടില്ലല്ലോ. ഹലോ, ഞാൻ പറയാം. ഡോക്ടറെ, നാട്ടുകാർ വരാൻ താമസിക്കും. ഏതോ വിളിക്കാത്ത കല്യാണത്തിന് എല്ലാരും കൂടെ പോയിരിക്കുന്നു. ഷടാ, ഞാനിപ്പോൾ അത്രയും നേരം ഇവിടെ ചൊറിയും കുത്തിയിരിക്കണമെന്നാണോ കുഞ്ഞാമ്മി പറയുന്നത്? പിന്നല്ലാതെ, ക്ലിനിക്കിലോ ഡോക്ടർ ചൊറിയും കുത്തിയാണ് ഇരിക്കുന്നത്. പിന്നെയും ഇവിടെയും വന്ന് ചൊറിയും കുത്തിയിരിക്കണോ? ഷോ, മോശം. മോനെ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നീ എനിക്ക് ഉണ്ടാക്കി എന്നെ ഉണ്ടാക്കിയ തന്തയാവരുത് കേട്ടോ. ഓ, ഒരു കാര്യം ചെയ്യാം ഡോക്ടറെ. തൽക്കാലം ഇവിടെയുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് പരിശോധിക്കാം. അതുപോരെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഈ നാറിയെ ഞാൻ പരിശോധിക്കില്ല. ഇതാരാ? ചെസ്സിലെ ദിലീപോ? എന്താ മോനെ കണ്ണിന് പറ്റിയേ? ഒരു ഓപ്പറേഷൻ ചെയ്തതാ ഡോക്ടർ. ഓ, ഐ സി. എന്തായിരുന്നു കണ്ണിന് അസുഖം? കണ്ണിന് വേറെ അസുഖമൊന്നും ഇല്ലായിരുന്നു സർ. ഫ്രീ ഓപ്പറേഷൻ കേട്ടോണ്ട് ചെയ്തേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് ഫ്രീ ആയിട്ടും കിട്ടിയാൽ അങ്ങോട്ട് വാങ്ങിച്ചോളണം കേട്ടോ. നല്ല കുട്ടി. ഉറപ്പായിട്ടും അച്ഛൻ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഓ, ഹലോ. ഇതാ നിൽക്കുന്ന കടവാതിലാണല്ലേ നിങ്ങളുടെ തന്ത? അതെ ഡോക്ടർ. കുറെ നേടും നിങ്ങൾ. ഇടത്തെ കണ്ണിന് വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. ആണോ? എങ്കിൽ മോൻ പേടിക്കണ്ട. പോവാൻ നേരത്ത് എന്നെ വന്ന് കണ്ടോളൂ. ഞാനൊരു സർജറിയും കൂടെ ചെയ്തു തരാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. വാടാ. താങ്ക് യു ഡോക്ടർ. ഓക്കെ, ആയിക്കോട്ടെ. ശാന്തി, നീ ഇത് എവിടെ പോയി കിടക്കുന്നു? ഇവിടെ ഡോക്ടർ വന്നിരിക്കുന്നു. ഒരു കസേര ഇട്ട് കൊടുക്കി. ഞാൻ ഇവിടെ ബ്യൂട്ടി പാർലറിൽ നിൽക്കുന്നു. ബ്യൂട്ടി പാർലറോ? ബ്യൂട്ടി പാർലറാ? എന്തിനി? ക്യാമ്പ് ഫയർ ഒക്കെ ഉള്ളതല്ലേ ഇത്ത. ചൂടെടുത്ത് ഞാൻ കറുത്തു പോയാലാ? ക്യാമ്പ് ഫയറോ? നീ പെട്ടെന്ന് വാ. നല്ല ചിരി. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാൻ വന്നതാ. കണ്ടുകൊണ്ടിരിക്കാലോ നമുക്ക്. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാം. നോക്കിക്കൊണ്ടിരിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാം. നമുക്ക് 2 പേർക്കും കണ്ണും നോക്കിയിരിക്കാം. ഡോക്ടറിന് വട്ടുണ്ടോ? നിങ്ങളൊക്കെ എന്നെ കളിയാക്കുകയാണോ? പോയി പേഷ്യൻസിനെ കൊണ്ടുവരൂ. ഡോക്ടറെ, എന്റെ ഭർത്താവിന് കാലിൽ ചെറിയ വേദനയുണ്ട്. പേഷ്യൻസ് ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നിട്ട് പുള്ളിക്കാരൻ എവിടെ? അങ്ങേര് വന്നിട്ടില്ല. പിന്നെ
പുള്ളിക്കാരന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. എനിക്കിത് മതി, എനിക്കിത് തന്നെ ധാരാളം. ഞാൻ തൊട്ടു നോക്കാം, പനിയുണ്ടോന്ന് നോക്കാം. ഷോ, പൊള്ളുന്ന പനിയുണ്ട് കേട്ടോ. കഫക്കെട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. മുഖം കണ്ടാൽ അറിയാം. ഈ തെണ്ടിയെ എനിക്ക് നേരിൽ കാണാൻ പറ്റോ? എന്തിനാ ഡോക്ടർ? സീരിയസ് ആണോ? ഇവന്റെ 2 കാലും തല്ലി ഒടിക്കാനാ. കാല് രണ്ടും തല്ലി ഒടിച്ചതിന് ശേഷം ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എന്റെ 2 കാലും തല്ലി ഒടിച്ചത് നിങ്ങളാണെന്ന് പറയും. 2 ദിവസം അകത്ത് കിടന്നാലേ നിങ്ങൾക്കൊക്കെ തലക്ക് വെളിവ് വരൂ. ഗോ ഔട്ട്. ശരി ഡോക്ടർ. ഇങ്ങേക്ക് പ്രാന്ത് തന്നെ. എടാ പന്നെ, നിന്നെ ഞാൻ ഒരിക്കലും വിടാൻ പോകുന്നില്ല. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കടിക്കും, നിന്നെ കടിക്കും. ജമാൽക്ക, നിങ്ങൾ എവിടെ നിൽക്കുന്നേ? ഡോക്ടർ വന്നിരിക്കുന്നു. നിങ്ങൾ വരാന്ന് പറഞ്ഞതല്ലേ? എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല കുഞ്ഞാമി. അതെന്തൊരു വർത്താനം, വരാന്ന് പറഞ്ഞിട്ട്? പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തത് കൊണ്ട് വരണ്ടാന്ന് വെച്ച്. അങ്ങനെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊട്ടേഷൻ കൊടുക്കുവേ. ഇതാ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്താറായി. ഡോക്ടറെ. യെസ്, ഇത് പിന്നെ ചോട്ടാ ഭീമിലെ മന്ത്രിവാദിയല്ലേ? നോക്കി നിൽക്കായിരുന്നു ഞാൻ നിന്നെ. ഞാൻ ശാന്ത. ഓ ശാന്ത, ശാന്ത, കമോൺ സിറ്റ് സിറ്റ്. എന്താണെന്ന് പറയൂ ശാന്തേ, എന്താണ് നിങ്ങളുടെ അസുഖം? ഡോക്ടറെ, എനിക്ക് 3 മിനിറ്റ് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത് എന്തിനാ അങ്ങനെ 3 മിനിറ്റ് ശ്വാസം പിടിച്ചു വെക്കുന്നത്? യേശുദാസിന്റെ ഗംഗേ പാട്ടിന്റെ റെക്കോർഡ് പൊട്ടിച്ച് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടിയാ. ഓ, അടുത്തത് നീ കയറും. 3 മിനിറ്റ് അല്ല, 5 മിനിറ്റ് ശ്വാസം പിടിച്ച് നിൽക്കണം. പക്ഷെ ഗിന്നസ് ബുക്കിൽ കയറൂല, ചർമ്മകോളത്തിൽ കയറും. അല്ലെങ്കിൽ ഞാൻ കയറ്റും. വയസ്സാം കാലത്ത് തള്ളയുടെ ഒരു പേക്കൂത്ത്. ഡോക്ടറെ, പിന്നെ എന്റെ മുഖം ഐശ്വര്യറായിയുടെ മുഖം കണക്കാക്കണം, പറ്റുമോ? പറ്റും. കടയിലെ ഐശ്വര്യറായിയുടെ മാസ്ക് കിട്ടും, വാങ്ങിച്ചു വെച്ച് നടന്നാൽ മതി. നല്ല ചേലായിരിക്കും. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. എവിടെ കിട്ടും? ഇറങ്ങി തള്ളേ. എന്ത്? ഇവിടുന്ന് ഇറങ്ങി പോത്തള്ളേ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഡോക്ടറെ, കടയുടെ പേര്? തള്ളേ, നിങ്ങളെ ഞാൻ. അയ്യോ, ഇതിന് പ്രാന്താണ്. ഡോക്ടറെ മോനെ, നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ തീരെ കഴിക്കാൻ പറ്റുന്നില്ല. തീരെ വിശപ്പില്ല. ഇന്ന് പോയ കല്യാണത്തിന് ആകെ 5 പ്ലേറ്റ് ചോറാ നമ്മൾ കഴിച്ചത്. അതിപ്പോൾ പ്രശ്നമാണോ? അത് ഇക്കാക്കൊരു പ്രശ്നമല്ലായിരിക്കും, മറിച്ച് കല്യാണം നടത്തുന്ന കല്യാണപ്പെണ്ണിന്റെ അച്ഛൻക്ക് അതൊരു പ്രശ്നമായിരിക്കാം. അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ കക്കൂസിൽ പോലും പോവാൻ തോന്നുന്നില്ല. ഇക്കാക്ക, കക്കൂസിൽ പോവാനായിട്ട് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ. വയറിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം, എന്നാലേ ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കൂ. ഡൈജഷൻ സംഭവിക്കാൻ നമ്മൾ പെപ്സി കുടിക്കുന്നുണ്ട്, അതിന് ഏയപ്പ് ആക്കണോ? 7up. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറെ സാധിക്കും. കക്കൂസിൽ പോവാൻ ഒരു ചുള്ളിക്കമ്പിന് എഴുതി തരാം. മനസ്സിലായില്ലേ? ഓ, നമ്മള് നോക്കിക്കോളാം. നാട്ടുകാരെല്ലാം കല്യാണം കഴിഞ്ഞ് ഇതുവരെ എത്തിയില്ലല്ലേ? മിക്കവാറും കൂട്ടത്തോടെ അടുക്കളയിൽ പോയി കാണും. പറയും പോലെ ജമാൽക്ക് എന്താ അടുക്കളയിൽ പോവാത്തെ? അടുക്കള കാണാൻ പോകുന്ന വണ്ടിയിൽ കയറ്റി കാണില്ല, അത് തന്നെ കാര്യം. മുത്തശ്ശ, മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി, വരുന്നില്ലേ? അയ്യോ, എനിക്ക് വയ്യ. നിങ്ങളൊക്കെ സംഘടിപ്പിച്ച ക്യാമ്പല്ലേ, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ട്. അതെന്തൊരു വർത്താനം? നാട്ടുകാരൊന്നും വരുന്നില്ലല്ലോ, പരിപാടി കൊളായെന്നാണ് തോന്നുന്നത്. എനിക്ക് ശരീരം തളരുന്നു, പ്രഷർ കേറിയെന്തോ. ഡോക്ടർ ഒന്ന് കാണിച്ചേക്കാം. 5 മണിയായി. ക്ലിനിക്കിൽ പോയാലും അവിടെയും വെറുതെ ഇരിക്കണല്ലോ. ഡോക്ടറെ, ഡോക്ടറെ, പ്രഷർ കുറഞ്ഞെന്നാണ് തോന്നുന്നത്. തടിയൊക്കെ തളരുന്നു. ഓ, കമോൺ, ഇരിക്കൂ. പ്രഷർ വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ നോക്കണം. ഇരുന്നേ പെട്ടെന്ന്. കൈ നീട്ടു. അയ്യോ, ഇത് ഭയങ്കരമായിട്ട് പെരുകുന്നു. പെരുകും. നല്ല പ്രഷറുണ്ട്, അതാണ് പെരുകുന്നത്. 300-ൽ എത്തിയിട്ടുണ്ട് പ്രഷർ.
അയ്യോ ഡോക്ടറെ, എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട കാര്യമില്ല കുഞ്ഞാമി. ഈ മെഷീൻ 100% ജെന്യൂൻ ആണ്, പക്കയാണ്, ഒരു പ്രശ്നം വരില്ല. മിസ്റ്റർ മൂസ. പറയണം ഡോക്ടർ. മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വേറെ ഏതെങ്കിലും നല്ല ഡോക്ടറിനെ വിളിക്കണോ? നമുക്ക് അടിയന്തരമായി ഈ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം. കാരണം നിങ്ങളുടെ ഭാര്യ കുഞ്ഞാമി പ്രഷർ ചെക്ക് ചെയ്യുന്നതിനിടെ പ്രഷർ മെഷീൻ പൊട്ടിത്തെറിച്ച് അബോധാവസ്ഥയിലായി. അതെങ്ങനെയായി? അതെങ്ങനെ പൊട്ടിത്തെറിച്ചോ? ലുക്ക് മൂസ, യു ഡോണ്ട് വെരി, എക്സ്പ്ലെയിൻ എവറിത്തിങ്. പ്രഷർ നോക്കുന്ന മെഷീനാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കൊണ്ടുവന്നതോ കാറിന്റെ ടയറിന് പ്രഷർ അടിക്കുന്ന മെഷീനാ. ഒന്ന് പെരവി പുള്ളിക്കാരി. കുഞ്ഞാമി, അപ്പോ ഞാൻ പോവാ. നിക്കടാ അവിടെ. കൊള്ള ഡോക്ടറെ, നിന്നെ ഞാൻ കാട്ടിച്ചു തരാം. മൂസ, നിങ്ങൾ എന്റെ പിന്നാലെ ഓടാതെ നിങ്ങൾ കുഞ്ഞാമിനെ രക്ഷിക്കൂ. നിങ്ങളല്ലേ ഡോക്ടർ, നിങ്ങൾ വന്ന് രക്ഷിക്കൂ. മൂസ, നീ നല്ല ഡോക്ടറിനെ കാട്ടിക്കൂ. മൂസ, നന്നെ പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറിനെ കാട്ടിക്കാതെ നീ പോയി കുഞ്ഞാമിനെ രക്ഷിക്കൂ.